7 and 8. നമുക്ക് 2 തീമോഥെയോസിന് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Reading from 2 Timothy chapter 4 verse 7 and 8. I have fought the good fight. I have finished the race. I have kept the faith. Now there is in store for me the crown of righteousness, which the Lord, the righteous judge, will award to me on that day. And not only to me, but also to all who have longed for his appearing. Amen. ഇന്ന് പകൽവേളയിൽ നിങ്ങളോട് അല്പസമയം നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ സബ്ജക്റ്റ് എന്തെന്ന് ചോദിച്ചാൽ, വിഷയം എന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ പ്രതിഫലം വരാൻ ഇരിക്കുന്നതേയുള്ളൂ. ദ ഗ്രേറ്റസ്റ്റ് റിവാർഡ് ഈസ് യെറ്റ് ടു കം എന്നുള്ള വിഷയത്തോട് അനുബന്ധിച്ചാണ് നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. This morning the sermon is based on this topic, the greatest reward is yet to come. ആമേൻ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ നല്ലത് എപ്പോഴും പ്രതീക്ഷിക്കുന്നതായ പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മളെല്ലാവരും. We are all those who seek and expect good things in our life. ഇന്ന് പകൽവേളയിൽ പ്രത്യേകിച്ച് നമ്മുടെ ആനിവേഴ്സറി ആയതുകൊണ്ട്, and this today because it is our anniversary, ചിലർക്ക് ഇന്ന് പകൽക്കാലം ട്രോഫി ലഭിക്കാൻ തക്കവണ്ണം പോകുകയാണ്. some will receive this trophy. അപ്പോൾ ഇത് ആർക്കുള്ള ട്രോഫി എന്ന് ഞാൻ ഇപ്പോഴേ നേരത്തെ പറയുന്നില്ല. നിങ്ങൾക്ക് കാണാനും പറ്റത്തില്ല എന്ന് തോന്നുന്നു, അവിടെ നിന്നുകൊണ്ട് വായിക്കാനും പറ്റത്തില്ലെന്ന് തോന്നുന്നു. I do not wish to reveal who is going to win it, and nor can you read it from there. ആമേൻ. ഇത് ഇവരുടേതായ അധ്വാനത്തിൻ്റെ, അവർ പഠിച്ചതിൻ്റെതായ അതിൻ്റെ പ്രതിഫലമായിട്ട് റിവാർഡായിട്ട് കിട്ടുന്നതായ ട്രോഫിയാണ്. This is a reward for the focus on the spiritual studies. അവൻ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ സൺഡേ സർവീസ് കഴിഞ്ഞതിന് ശേഷം ആനിവേഴ്സറി ഒക്കെ തുടങ്ങി അതിൻ്റെതായ ആ സമയത്ത് ഇവർക്ക് ഈ സംഗതി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. In just a bit after the worship, they will receive this trophy. എന്നാൽ അതിനോടുള്ളതായ ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്നതായ ട്രോഫിയെ കുറിച്ചാണ് ഞാൻ അല്പസമയം നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം പോകുന്നത്. But I desire to talk to you about a trophy that awaits for each of us. ആമേൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. Apostle Paul in this epistle says this, ഞാൻ നല്ല പോർ പൊരുതു, I have fought the good fight, ഓട്ടം തികച്ചു, I have finished the race, വിശ്വാസം കാത്തു, I have kept the faith. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. Now there is a crown that awaits me. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും നൽകുന്നതാണ്. And on that day the righteous judge will award to me, and not just to me but for everyone that awaits it. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തെ ആദ്യമായിട്ട് പറയുന്നത് ജീവിതം ഒരു ആത്മീയ പോരാട്ടമാണ്. So the first point Paul tells is life is a spiritual battle. അതുകൊണ്ടാണ് താൻ പറഞ്ഞത് തൻ്റെ ആത്മീയ പോരാട്ടത്തിൽ താൻ നല്ല പോർ പൊരുതി എന്നുള്ളത്. That's why he says, I have fought the good fight. രണ്ടാമത് താൻ ഇവിടെ പറയുന്നത് ജീവിതം ഒരു ഓട്ടമാണ്. Second, he calls life a race. അതുകൊണ്ടാണ് താൻ പറയുന്നത് ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്നുള്ളത്. And hence he refers that I have finished the race. മൂന്നാമത് താൻ അവിടെ പറയുന്നത് ജീവിതം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കാക്കപ്പെടേണ്ട ഒന്നാണ്. The third is through Jesus we must preserve our faith. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ വിശ്വാസത്തെ, യേശുക്രിസ്തുവിലുള്ളതായ വിശ്വാസത്തിൽ ഞാൻ കാത്തു. That is why he says, I have kept my faith in Jesus. എന്നാൽ ഇന്ന് പകൽവേളയിൽ ഞാൻ ഈ രണ്ടാമത്തെ വിഷയമായിരിക്കുന്ന ഓട്ടം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് അല്പസമയം നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. Today I wish to speak to you about the second topic, about the life a race. ആമേൻ. ഒന്നാമത്തെ പോയിന്റ് എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ജീവിതം ഓടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേട്ടം, അല്ലെങ്കിൽ നേട്ടം എന്ന് പറയുമ്പോൾ ഒരു ആത്മീയനെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം രക്ഷ എന്നുള്ള വിഷയമാണ് ഓർക്കുന്നത്. And what I wish to say is life is a race and there is a gain and the great is salvation. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെതായ തേജസ് ഇല്ലാത്തവരായി തീർന്നു. About human beings, this is what we read in Romans 3:23. For all have sinned and have fallen short of the glory of God. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതമായിരിക്കുന്നതായ ഓട്ടത്തിൽ ഹല്ലേലൂയ എല്ലാവർക്കും വിരുദ് പ്രാപിക്കണം എന്നുള്ളതായ താല്പര്യത്തോട് കൂടെയാണ് ഓടുന്നത്. We all run a race expecting to win the prize. എന്നാൽ ഏതെങ്കിലും തരത്തിൽ അവൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പേ ഏതെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചാൽ, ഏതെങ്കിലും വിധത്തിലുള്ളതായി തെറ്റുപറ്റിയ ആ വ്യക്തിക്ക് പിന്നെ ആ ഓട്ടം ഓടി തികയ്ക്കുവാൻ തക്കവണ്ണം ഉള്ളതായ സാവകാശമില്ല. അത് ഡിസ്ക്വാളിഫിക്കേഷൻ ക്വാളിഫൈ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. But we also know this: if in the race a person commits a fault, he is ineligible, is disqualified to complete the race. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ അതിനെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെതായ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. And hence Paul says that all have sinned and all have fallen short of the glory of God. എല്ലാവരും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഓടി തന്നെ ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് മാനവരാശി വന്നാധപ്പതിച്ചിരിക്കുന്നത്. The humankind has come to a place that they cannot save themselves. അവർ ഒരു കായിക അല്ലെങ്കിൽ ഒരു ഓട്ടക്കാരന് തൻ്റെ പിഴവുകളെ തനിക്ക് തന്നെ ക്ഷമിക്കുവാൻ തക്കവണ്ണം കഴിയാത്തതുപോലെ ഹല്ലേലൂയ അവനെ ക്ഷമിക്കണമെങ്കിൽ അതിൻ്റെതായ അത് കർത്തൃത്വം അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവർക്ക് മാത്രമേ ക്ഷമിച്ച് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. If an athlete commits a fault, he cannot qualify himself, but it's only the officials that can make an exception for him. അത്ലറ്റ് അല്ലെങ്കിൽ ആ ഓട്ടക്കാരൻ അതായത് ഏതെങ്കിലും പിഴവ് വരുത്തിയാൽ ഹല്ലേലൂയ അതിന് അധികാരമുള്ളവർക്ക് ചിലപ്പോൾ ഹല്ലേലൂയ അത് ക്ഷമിച്ച് അത് ഇഗ്നോർ ചെയ്ത് അവനെ വീണ്ടും ഓടുവാനും അവൻ പ്രോത്സാഹിപ്പിക്കുവാനും തക്കവണ്ണം കഴിയും. And it is only the officials who are authorized to make an exception for this athlete to continue with the race. എന്നാൽ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന we come to the നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് കടന്നു വരുമ്പോൾ the ultimate prize, the salvation through Jesus Christ. നമ്മുടെ അത്യന്തികമായ സമ്മാനം എന്തെന്ന് ചോദിച്ചാൽ യേശുവിലൂടെയുള്ളതായ രക്ഷയാണ്. The second point is the ultimate prize is salvation through Jesus. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെതായ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഹല്ലേലൂയ പിന്നെ പൗലോസ് പറയുന്ന ഇങ്ങനെയാണ്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവനാണ് എന്നാണ്. And Paul says all have sinned, fallen short of the glory of God, and the wages of sin is death, but it is redemption that is possible only through Jesus. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ട്രോഫി എന്ന് പറയപ്പെടുന്നത് ഇവിടെ കാണുന്നതായ ഒരു ട്രോഫി പോലെ ഉള്ളതല്ല. നമ്മുടെ ട്രോഫി എന്ന് പറയുന്നത് നാം കാത്തിരിക്കുന്നത് പോലെ നിത്യജീവനാണ്. Our trophy is not what is of the world, but it is eternal life. ആമേൻ. ഈ ട്രോഫി നമ്മൾ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും കുറെ നാൾ കഴിയുമ്പോൾ ഇത് ഇല്ലാതായി മാറും. This trophy that pastor displays will get destroyed eventually. ആമേൻ. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണുന്നതെല്ലാം താൽക്കാലികമാണ്.
word reminds us all that we see on this earth is ephemeral. എന്നാൽ ഞാൻ ഇവിടെ പറയുന്നതായ ഈ നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നതല്ല. But eternal life is not one that we can see with our physical eyes. എന്നാൽ നമ്മുടെ നിത്യജീവൻ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നില്ല എങ്കിലും അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് അതാണ് നിത്യം. Although we cannot see it, the word reminds us that is eternal. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായ ആ ക്രൂശീകരണത്തിലേക്ക് നമ്മളൊന്ന് പോയാൽ, May we turn our attention to the crucifixion of Jesus. അമേരിക്ക യേശുവിനോടൊപ്പം രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. We know two thieves were alongside Jesus on the cross. അവരുടേതായ ആരംഭത്തിൽ അവർ രണ്ടുപേരും ഒരുപോലെ കർത്താവിനെ പരിഹസിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. We see they both are teasing Jesus. എന്നാൽ കുറെ നേരം കഴിഞ്ഞതിന് ശേഷം അതിൽ ഒരു വ്യക്തിക്ക് മാനസാന്തരം വരുന്നു. അദ്ദേഹം പറയുന്നത്, ഹല്ലേലൂയ, അവിടുന്ന് ഇന്ന് എന്നെ കൂടെ ഓർക്കണമേ എന്ന നിലയിൽ ദൈവത്തോട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. We see one thief has a change of heart and he asks God, remember me. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, അവന്റെ ഒരൊറ്റ വാക്ക് കാരണം കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലിരിക്കും എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തു. The thief uttered just word and Jesus told him, today you will be with me in paradise. ദൈവജനമേ, ഞാൻ പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലുള്ളതായ അത്യന്തമായ ആമേൻ ഹല്ലേലൂയ നമ്മുടെ റിവാർഡ്, നമ്മുടെ ട്രോഫി എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ രക്ഷയാണ്. ഹല്ലേലൂയ. നാം ഒരിക്കലും രക്ഷയിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടയാകരുത്. The ultimate prize is salvation and may we never lose sight of that. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ അതായത് മൂന്നാമത്തെ പോയിന്റിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും, ജീസസ് paid the price, crucified and resurrected. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ അതിന് വേണ്ടുന്നതായ വില കൊടുത്തു. ഹല്ലേലൂയ. മരിച്ചു, അടക്കപ്പെട്ടു. ഹല്ലേലൂയ. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. Jesus has paid the price. He was crucified, he died and rose up on the third day. നമ്മുടെ കർത്താവിൻ്റെതായ വചനം, നമ്മൾ വളരെ സുപരിചിതമായിട്ടുള്ള വാക്ക്, വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. This is a familiar passage to all of us. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that he gave his only begotten son, that whoever believes in him will not perish but have eternal life. ദൈവമേ, ഈ ട്രോഫിയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, If you think about this trophy, ഇന്ന് ഈ ട്രോഫി ലഭിക്കുന്നതായ പ്രിയപ്പെട്ടവർക്ക് ഇത് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. the person who receives it gets it free. പക്ഷേ ഇത് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ലഭിച്ചതല്ല. But it was not received freely. ഇതിന് നമ്മളൊരു പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ചർച്ച് ഒരു പ്രൈസ് കൊടുത്തിട്ടുണ്ട്. The church paid to buy this trophy. നിങ്ങൾക്ക് ലഭിക്കുന്നവർക്ക് ഇത് ഫ്രീ ആണെങ്കിലും But the person who receives it gets it freely. ഇതിന് പുറകിൽ പൈസ മുടക്കിയിട്ടുണ്ട്. There was a cost involved in it. ഇതിന് പുറകിൽ അധ്വാനമുണ്ട്. There was an effort behind it. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെതായ സാരം, രക്ഷ എന്ന് പറയപ്പെടുന്നത് ഇതുപോലെയാണ്. And what I'm trying to say is to draw the parallel about salvation. നാം രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം പൈസ കൊടുക്കുന്നില്ല. We did not pay anything to be saved. നാം രക്ഷിക്കപ്പെടുവാൻ നേർച്ച നേരേണ്ട ആവശ്യമില്ല. We didn't have to commit anything to get it. നാം രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഏതെങ്കിലും വിധത്തിലുള്ളതായ പാരമ്പര്യമായ ഏതെങ്കിലും വിധത്തിലുള്ളതായ സംഗതികൾ ഒന്നും നമ്മൾ ചെയ്യണ്ട. We didn't have to do any penance or traditional offerings. നാം ഇന്ന് നമ്മുടെ രക്ഷിതാവിനെ, കർത്താവായ യേശുവിനെ നമ്മുടെ രക്ഷിതാവായി അംഗീകരിക്കുന്നുവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. But if we confess with our mouth and believe in our heart, this salvation is free. എന്നാലും ഇതിന് പുറകിൽ വില കൊടുത്തതായ ഒരു അരുമനാഥനായ ക്രിസ്തുവുണ്ട്. Oh, but there is a beloved Jesus who paid the price for it. നാം പാപികളായിരിക്കുമ്പോൾ, നാം ദോഷികളായിരിക്കുമ്പോൾ സ്വർഗ മഹിമ വിട്ട് ഈ താണ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യനായി തന്നെ ജീവിച്ച് കാൽവറി ക്രൂശിൽ കയറി ക്രൂശിനായി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ
ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വലിയ വില കൊടുത്തു. For our salvation, Jesus paid a huge price. He left the majesty, became a human. He was crucified, died, and rose up. ദൈവജനമേ, ഇന്ന് നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ എന്റെ ദൈവം ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ച്, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ച്, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കൊടുത്തതായി വിലയെ ഒരിക്കലും അവഗണിക്കരുത്. Do not forget the ultimate price He paid for our salvation. ആമേൻ. നമുക്ക് മുടിയൻ പുത്രന്റേതായ കഥ നമുക്കറിയാവുന്ന കാര്യമാണ്. We know the prodigal son. ആമേൻ. രണ്ട് പുത്രന്മാർ ഒരു പിതാവിന് ഉണ്ടായിരുന്നു. A father had two sons. അതിനകത്ത് ഒരു വ്യക്തി രണ്ടാമൻ കടന്നു വന്നിട്ട് പറയുകയാണ്, എനിക്കുണ്ട് എന്റേതായ എന്റെ അവകാശത്തെ എനിക്ക് തരണമെന്ന്. The younger one comes to the father and says, give me my share of inheritance. ആമേൻ. പിതാവ് അവിടെ വാഗ്വാദത്തിനൊന്നും പോകുന്നില്ല. The father didn't wait to argue. ആമേൻ. അവനുള്ളത് കൊടുത്തു വിടുകയാണ്. He gives his share of inheritance. നാം അത് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതായ സംഭവമാണ്, കഥയാണ്. We know the story so well. പക്ഷെങ്കിൽ അവന് ലഭിച്ചതെല്ലാം നാനാവിധമാക്കി കളഞ്ഞു. കൂട്ടുകാരോടൊത്ത് പാർട്ടിയും മറ്റും നടത്തി അളവ് എല്ലാം ഇല്ലാതാക്കി ഒടുവിൽ ഒന്നുമില്ലാത്തവനായി തീർന്ന ഒരു അനുഭവം. He lost everything to partying and gambling and he becomes a pauper. അവസാനം അവന് തന്നെ ഒന്ന് അതായത് ഒരു നേരത്തെ ഭക്ഷണം പോലെ ലഭിക്കുവാൻ കഴിയാത്ത ഒരു വല്ലാത്ത പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറുന്നു. He came to a situation where he didn't even have food to eat. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ എനിക്കിവിടെ ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, What I want to remind you this morning is this. അവൻ തന്നിലേക്ക് മടങ്ങി വന്നിട്ട് തന്റെ പിതാവിൻ്റെതായ ആ ഭവനത്തെയും അവിടുത്തേതായ സാഹചര്യങ്ങളെയും ഓർത്തപ്പോൾ അവൻ മടങ്ങി വരുവാൻ തക്കവണ്ണം സന്നദ്ധനായി. But when he looked back, he was returned to his father. അവൻ മടങ്ങി വന്നപ്പോൾ പിതാവ് ഒരു വിധത്തിലും അവനെ തള്ളിക്കളയല്ല, അവനെ ഹല്ലേലൂയ വാരിപ്പുണർന്ന് ആലിംഗനം ചെയ്ത് അവനെ വരവേൽക്കുകയാണ് ചെയ്തത്. But we see the father is not upset. He opens his arms wide and hugs him and welcomes him. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ നിലയിലുള്ളതായ പാളിച്ചകൾ വന്നാലും, എങ്ങനെയൊക്കെ ഉള്ളതായ തെറ്റുകൾ, അവൻ കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചാലും, അവൻ സ്നേഹനിധിയായ ദൈവം ഞാനും നിങ്ങളും മടങ്ങി വരുന്നത് നോക്കി കാത്തിരിക്കുന്നു. No matter what you have sinned or how wrong you are, there is a loving father who is awaiting your return. ആമേൻ. ഹല്ലേലൂയ. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, how can we get the gift of salvation? രക്ഷ എന്ന് പറയപ്പെടുന്നത് നമുക്ക് എങ്ങനെ പ്രാപിക്കുവാൻ, എങ്ങനെയാണ് ലഭിക്കുന്നത്? The next we'll talk about how we can get the gift of salvation. നമ്മൾ എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, When we turn to the book of Ephesians, രണ്ടാം അധ്യായം 8-9 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. the chapter 2 verse 8 and 9 we read so. വായിക്കാം. ആമേൻ. ആമേൻ. അവിടെ നമ്മൾ വായിച്ചോ, ഇംഗ്ലീഷും കൂടെ വായിച്ചോ. ആമേൻ. അപ്പോൾ അവിടെ പറയുന്നതായ കാര്യം ഇതാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. For it is by grace you have been saved through faith, and this not from yourselves, it is the gift of God. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, രക്ഷ എന്ന് പറയപ്പെടുന്നത് നമ്മൾ സമ്പാദിക്കുന്ന ഒന്നല്ല. So salvation is not something you can earn. അവൻ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ അവൻ ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതായത് അത് സാലറി കിട്ടുന്നത് പോലെ, വേജ് കിട്ടുന്നത് പോലെ അവൻ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ ലഭിക്കുന്ന ഒരു സംഗതിയല്ല ഈ രക്ഷ എന്ന് പറയപ്പെടുന്നത്. Just like you can earn a salary through your work, salvation cannot be earned.
നമ്മളൊരു നല്ല വ്യക്തിയായാൽ രക്ഷ ലഭിക്കുകയില്ല. If you are a good person, you will not get salvation. എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകുന്നെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. You may be regular every Sunday, but doesn't mean you have salvation. അവൻ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ തലയുടെ കീഴിൽ ബൈബിൾ ഉണ്ടെന്ന് വിചാരിച്ച് രക്ഷിക്കപ്പെടുകയില്ല. Even if you sleep with the Bible under your pillow, you will not be saved. അവൻ നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടുകയില്ല. You will not get salvation through good deeds. അവൻ ഹല്ലേലൂയ നിങ്ങൾ അതായത് പാപങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുകയില്ല. You will not get salvation helping the poor. അവൻ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം തന്നെയാണ്. Although we need all of these, എന്നാൽ എല്ലാത്തെക്കാളും ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത് യേശു ക്രിസ്തുവിലുള്ളതായ വിശ്വാസമാണ്. but most of all we need is faith in Jesus. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കണം, ഹല്ലേലൂയ, ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ ദോഷിയായിരുന്നപ്പോൾ, എനിക്ക് അർഹതയില്ലാതിരുന്നപ്പോൾ എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ച ആ ദൈവത്തിൻ്റെതായ സ്നേഹം നമ്മൾ ധ്യാനിക്കണം. May we remind ourselves about the love, that while we were wicked and sinners, that He loved us. ആമേൻ ഹല്ലേലൂയ. അത് മാത്രമല്ല, എന്നെ സ്നേഹിച്ച കർത്താവ് ക്രൂശിതനായി ഹല്ലേലൂയ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്നെ രക്ഷിക്കുവാനായിട്ട് ആണ് എന്നുള്ള ഒരു പൂർണ്ണമായ വ്യക്തിപരമായ ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. We need to be conscious that Jesus was persecuted, crucified, died for you and me. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മരിച്ചു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൂശിതനായ യേശുവിൻ്റെതായ ആമേൻ ഒരു രൂപം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട്, ഒരു പടം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ വരണം. It is pointless to have a picture or an idol of the cross, but you and I need to have it in our heart. ദൈവമേ, നാം അറിഞ്ഞോ അറിയാതോ ചെയ്തിരിക്കുന്നതായ പാപങ്ങള് നാം ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുകയും, അത് ഏറ്റുപറയുക മാത്രമല്ല, ഏറ്റുപറഞ്ഞത് ഉപേക്ഷിക്കുകയും വേണം. We must confess our known and unknown sins, and not just confess, but stop doing it. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്: അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെതായ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. The blood of Jesus washes away every sin and purifies us. കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. We live in this world. അവൻ രക്ഷിക്കപ്പെട്ടവരെ, സ്നാനപ്പെട്ടവരെ, ദൈവകൃപയിൽ നിൽക്കുന്നവർക്ക് ഹല്ലേലൂയ ഇത് ബാധ്യത. അത് അവരോടുള്ളതായ ഉപദേശം തന്നെയാണ്. This is a teaching to the ones that are saved and living on this planet. ആമേൻ ഹല്ലേലൂയ. ഒന്ന് രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ ഒരിക്കലും ഞാൻ അകത്തായി ഇനി കുഴപ്പമില്ല എന്ന രീതിയിൽ നമ്മൾ ജീവിക്കരുത്. We cannot live in the notion that I am saved once and it is okay to do anything. ആമേൻ. അടുത്തതായ പോയിന്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, as we come to the next point, ആമേൻ, living for the eternal prize, growing in Christ is അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നിത്യ സമ്മാനത്തിനായി നമ്മൾ ജീവിക്കുക. ക്രിസ്തുവിൽ നാം വളരേണ്ടത് ആവശ്യമാണ്. the next point is living for the eternal prize by growing in Christ. ആമേൻ. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ പ്രിയപ്പെട്ടവർ അധ്വാനിച്ചതും കാണാതെ പഠിച്ചതും അവര് ടെസ്റ്റ് എഴുതിയതും അതിനുള്ളതായ ആമേൻ ട്രോഫിയാണ് ഇവരുടേതായ ഈ ട്രോഫി എന്ന് പറയപ്പെടുന്നത്. This trophy is a reward for learning, studying and going to the exams. ആമേൻ ഹല്ലേലൂയ. നമ്മൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെതായ ആമേൻ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാൻ കഴിയുമോ? 2 Corinthians chapter 5 verse 10. ആമേൻ. ആ ആ ആ For we must all appear before the judgment seat of Christ, that each one may receive what is due to him for the things done while in the body, whether good or bad. അപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തത് എന്തായാലും, No matter what the person did while he or she was alive, അവൻ ഒരു ദിവസം നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടവരാണ്.
One day we must all appear before the judgment seat. നമ്മൾ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? Why will we stand there? അവൻ നാം നിൽക്കുന്നത് ക്രിസ്തു നമുക്ക് തരുന്നതായ റിവാർഡ് തരുവാൻ തക്കവണ്ണം, അത് പ്രാപിക്കുവാൻ തക്കവണ്ണമാണ്, തക്കതായ പ്രതിഫലം വാങ്ങുവാൻ തക്കവണ്ണം. We stand there to receive the trophy. അവൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ എല്ലാവർക്കും ചെന്ന് നിൽക്കുവാൻ കഴിയില്ല. Everyone cannot stand before the judgment seat. ദൈവജനമേ, ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ കാര്യം, ഹല്ലേലൂയ, നമ്മളെല്ലാവരും നിത്യതയെ നോക്കി പാർക്കുന്നവരാണ്. I want to remind you, we all live focused on eternity. നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ഒട്ടും പോകുവാൻ മനസ്സില്ല എന്നുള്ളത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. We also know that none of us have a desire to leave this world. അല്ലേ അല്ലേ അതുകൊണ്ടല്ലേ ഏതെങ്കിലും ഒരു രോഗം വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് ഓടിപ്പോകുന്നത്. That is why we run to a doctor when you're sick or you're tired. അതുകൊണ്ടല്ലേ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് പാലിക്കുന്നത്. Isn't that why we manage a diet? ജിലേബി ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ വായിൽ വെള്ളം വരുമെങ്കിലും നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്ത് എടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാ? അല്പനാൾ കൂടെ ജീവിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ്. Isn't this why we resist the temptation of a delicious jalebi so that we can live a little more? ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എത്രയോ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നത്, വൈകുന്നേരം നടക്കാൻ പോകുന്നത്, ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്തത് എന്തിനു വേണ്ടിയാ? ജീവിക്കാൻ തക്കവണ്ണമാണ്. Isn't it why we rise early in the morning or evening and jogging and running? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. Let me tell you one thing. എക്സസൈസ് ചെയ്താലും ചെയ്തില്ലേലും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും മാറും. Whether you do exercise or not, one day we will all die. ഇവിടെ ഇരിക്കുന്ന നമ്മൾ, ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഒരു ദിവസം നമുക്കൊരു മരണമുണ്ട്. If his coming is delayed, we will surely die. എന്നാൽ ആ മരണം കഴിഞ്ഞിട്ട് നാം എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. But we must think after death, where will we go? ദൈവജനമേ, എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം നിത്യ നരകത്തിലേക്ക് പോകുന്നവരല്ല. ഹല്ലേലൂയ, നിത്യതയിൽ നമ്മുടെ കർത്താവിനോടൊപ്പം നമ്മുടെ ജീവിതം നയിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. Jesus came into this world because he desired that we will be with him in eternity, not in the burning hell. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. In the book of Philippians chapter 3 verse 11-14 we read this. ആമേൻ. ഒന്ന് ഞാൻ വായിച്ചോ. ആ ആ I press on toward the goal to win the prize for which God has called me heavenwards in Christ Jesus. ആമേൻ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒന്നുകൂടെ ഞാനിവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. അദ്ദേഹം പറയുന്നു ഇതാണ്: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. I want to stress upon this. I forget what is behind me, but I press on toward the goal for the prize which God has called me. നമ്മൾക്ക് അറിയാവുന്നതുപോലെ നമ്മൾക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. We know we have one life. ആമേൻ. നമുക്ക് ഒരു ജീവിതമുള്ളൂ. ഈ ജീവിതത്തിലാണ് നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കണമെന്നത് തീരുമാനിക്കേണ്ടത്. അതിനുള്ള അവസരമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. Our life will determine where we will end up with. This is the opportunity. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ലജ്ജിതരായി പോകാതെ ഓരോ ദിവസവും നമ്മുടെ നിത്യത നമ്മുടെ കർത്താവിനോടൊപ്പം ചെലവഴിപ്പാൻ കർത്താവേ കൃപ തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. May we sincerely pray this: God, give me the grace to live this life. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ ജനമേ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഓടുന്നത് ഹല്ലേലൂയ നമ്മുടെ ആ റിവാർഡിന് വേണ്ടി എന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടെ വേണം ഓടുവാൻ. May we run with the certainty that I am running towards the prize. ഇന്ന് രാത്രികാലം പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നതായ ഈ നിലയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണ നിശ്ചയമില്ല എങ്കിൽ ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യട്ടെ. ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും
ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതത്തിൽ നാം നയിക്കുന്നവരുമായിരിക്കണം. This morning, if you don't have the assurance of salvation, I exhort you to come to Jesus and make sure of it. ഇന്ന് രാത്രി പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ അമൻ എന്നെയും ഹല്ലേലൂയ അങ്ങ് ഓർക്കണമേ. ഹല്ലേലൂയ അമൻ നിത്യതയിൽ നിന്ന് കൈവിടപ്പെട്ടു പോകുവാൻ ഒരിക്കലും ഇടയാകരുത് എന്ന് ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. May we pray to God, God, do not leave me. Please save me. ദൈവജനമേ ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഓട്ടം വൃഥാവല്ല. ഹല്ലേലൂയ ഒരു റിവാർഡിന് വേണ്ടി ഹല്ലേലൂയ ഒരു ട്രോഫിക്ക് വേണ്ടിയാണ് നിത്യത എന്ന ആമേൻ രക്ഷ എന്ന ആ ട്രോഫി നമുക്ക് എല്ലാവർക്കും പ്രാപിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. May we commit ourselves to God and pray this way, God, give me your salvation. അവൻ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കർത്താവേ ഹല്ലേലൂയ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. കർത്താവേ എന്നെ രക്ഷിക്കണമേ, ഞാൻ ഇതാ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഈ പ്രാർത്ഥന പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. If anyone desires to be saved, young or old, you can make this prayer this morning. ആമേൻ ആമേൻ. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ആ സമയത്ത് ഒരു പാട്ട് പാടുന്നതും ആ സമയത്ത് നമ്മൾ ഓഫറിംഗ് എടുക്കുന്നതായിരിക്കും. ലെറ്റ്സ് ഓൾ സ്റ്റാൻഡ്.